നമസ്കാരം, ഞാൻ ഡോക്ടർ ഫിലിപ്പ് ജോർജ് കുറ്റിക്കാട്, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ്. ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആണ്. ഏകദേശം 1.8 മുതൽ 2 കോടി ക്യാൻസർ രോഗികളാണ് ഒരു കൊല്ലം ലോകത്ത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. അതിൽ തന്നെ ഒരു 10%, അതായത് ഏകദേശം ഒരു 20 ലക്ഷത്തോളം ക്യാൻസർ രോഗികൾ പുതിയതായിട്ട് ഇന്ത്യയിൽ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. ക്യാൻസറിന് പല കാരണങ്ങളുമുണ്ട് ക്യാൻസർ വരാനായിട്ട്. പലപ്പോഴും നമ്മുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന അൺഹെൽത്തി ഭക്ഷണങ്ങളായിരിക്കാം, ജങ്ക് ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കുന്നത്, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക, സോൾട്ടഡ് ആയിട്ടുള്ളതും, അങ്ങനെ പല ഭക്ഷണ രീതികളായിരിക്കാം പല റീസൺസ്. പലപ്പോഴും ചിലപ്പോൾ അഡിക്ഷൻസ് ആയിരിക്കാം. ചിലർ മദ്യപാനം, പുകവലി എന്ന ചില അഡിക്ഷൻസ് ആയിരിക്കാം. പിന്നെ പലതും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത പല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഏജ് ആയിരിക്കും, വയസ്സായവരിലാണ് കൂടുതലായിട്ടും ക്യാൻസർ കാണുന്നത്. ഇനിയിപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്ന പല ക്യാൻസേഴ്സ് ഉണ്ട്. ചില നാടുകളിൽ, ഇപ്പോൾ കേരളത്തിൽ തൈറോയിഡ് ക്യാൻസേഴ്സ് ഒക്കെ കൂടുതലാണ്. അങ്ങനെ ചില റീജിയൻസിൽ ചില ക്യാൻസേഴ്സ് ഉണ്ട്. ഇനി ഫാമിലി ഹിസ്റ്ററി കാരണം, നമ്മുടെ പാരൻസിലോ അല്ലെങ്കിൽ ജനിതകമായി നമുക്ക് കിട്ടുന്ന പല റിസ്ക് ഫാക്ടേഴ്സും കാരണം ക്യാൻസർ വരാം. ഇനിയിപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസറാണ് സ്തനാർബുദം, അല്ലെങ്കിൽ പിന്നുള്ളത് ഗർഭാശയ ഗള ക്യാൻസർ, അതായത് സെർവൈക്കൽ ക്യാൻസർ, അല്ലെങ്കിൽ കുടലിലൊക്കെ വരുന്ന ക്യാൻസർ. ഇനി പുരുഷന്മാരിലാണെങ്കിൽ വായിലും തൊണ്ടയിലും വരുന്ന ക്യാൻസർ, ശ്വാസകോശ ക്യാൻസറുകൾ, ആമാശയത്തിലും വൻകുടലിലും വരുന്ന ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇതെല്ലാമാണ് കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസറുകൾ. ഇനി ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പം ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുഴ വരിക, മുഴയായിട്ടായിരിക്കും ചിലപ്പോൾ ക്യാൻസർ കൂടുതലും കാണുന്നത്. അപ്പോൾ അതൊരു അബ്നോർമലായിട്ടുള്ളൊരു മുഴ എന്തായാലും ഒരു ക്യാൻസറിൻ്റെ ലക്ഷണം ആയിരിക്കാം. അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാകും, അത് എവിടെ നിന്ന് വേണമെങ്കിൽ ആയിരിക്കാം. ഇപ്പം മലത്തിൽ, മോഷൻ പോണയിൽ രക്തത്തിൻ്റെ അംശങ്ങളുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ശ്വാസതടസ്സം, സ്ഥിരമായിട്ടുള്ള ചുമ, സൗണ്ടിന് വരുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ചിലർക്ക് ഇപ്പം തൂക്കക്കുറവ്, വല്ലാണ്ടുള്ള ക്ഷീണം, വിശപ്പില്ലായ്മ, ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ. ഇനി ചിലപ്പം ഉണങ്ങാത്ത വല്ല മുറിവുകളായിരിക്കാം, സ്ഥിരമായിട്ടുള്ള ചില അൾസേഴ്സൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ. ഇനിയിപ്പം സ്കിന്നിൽ കാണുന്ന ചില ഈ കാക്കപ്പുള്ളികളുടെ, അതായത് ബ്ലാക്ക് മോളുകൾ പെട്ടെന്ന് സൈസ് കൂടുക, അതിൽ ചൊറിച്ചിൽ വരിക, അതൊക്കെ ചിലപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം. ക്യാൻസർ നമുക്ക് എങ്ങനെ തുടക്കത്തിൽ കണ്ടുപിടിക്കും? അപ്പോൾ പല ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനാണെങ്കിൽ മാമോഗ്രാം ടെസ്റ്റ് വഴിയും, അല്ലെങ്കിൽ ഇപ്പോൾ വൻകുടലിലെ ക്യാൻസറുകൾക്ക് കൊളോണോസ്കോപ്പി ടെസ്റ്റ്, 50 വയസ്സിനായിട്ടുള്ള പുരുഷന്മാരിൽ, സ്ത്രീകളിൽ കൊളോണോസ്കോപ്പി കൊല്ലത്തിൽ ഒരു 10 കൊല്ലത്തിലൊരിക്കലെങ്കിലും ചെയ്യണം. ഇപ്പോൾ മാമോഗ്രാം ആണെങ്കിൽ 40 വയസ്സിന് മുകളിലായ സ്ത്രീകൾ കൊല്ലത്തിലൊരിക്കലെങ്കിലും മാമോഗ്രാം ചെയ്യണം. ഇനി ചില ട്യൂമർ മാർക്കർ ടെസ്റ്റുകളുണ്ട്. ബ്ലഡിലൂടെ നമുക്ക് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാനുള്ള വിദ്യകളുണ്ട്. ഇനിയിപ്പം ലങ് ക്യാൻസർ ആണെങ്കിൽ ഒരു ലോ ഡോസ് CT സ്കാൻ വഴി തുടക്കത്തിലെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് തുടക്കത്തിൽ കണ്ടുപിടിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഈ തുടക്കത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ക്യാൻസർ മുഴുവനായിട്ടും ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒന്നാണ്. ഇപ്പം ഏർലി സ്റ്റേജ്, 1ാമത്തെ 2ാമത്തെ സ്റ്റേജിനാണ് ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൽ 100% ക്യാൻസർ മാറ്റാൻ സാധിക്കും. 3ാമത്തെ സ്റ്റേജിൽ ഒരു 60-70% ആൾക്കാർക്ക് ക്യാൻസർ നമുക്ക് മാറ്റാൻ സാധിക്കും ചികിത്സ വഴി. ഇനിയിപ്പം 4ാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ പലപ്പോഴും മുഴുവനും മാറ്റാൻ പറ്റണമെന്നില്ല. എന്നിരുന്നാലും ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് മേബി 5-10 കൊല്ലമൊക്കെ 4ാമത്തെ സ്റ്റേജ് ക്യാൻസർ രോഗികളെ ട്രീറ്റ് ചെയ്ത് അവരുടെ ലൈഫ് പ്രൊലോങ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. ഈ കൊല്ലത്തെ വേൾഡ് ക്യാൻസർ ഡേയുടെ മെസ്സേജാണ് യുണൈറ്റഡ് ബൈ യൂണിക്. അതായത് ഓരോ ക്യാൻസർ രോഗിയും യുണീക്കാണ്. ആളുടെ ക്യാൻസറിൻ്റെ ചികിത്സാ രീതിയും മാത്രമല്ല, ആളുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ആളുടെ ജീവിത സാഹചര്യം, അതെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ ക്യാൻസർ രോഗികളെയും നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ആവശ്യമായ രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. സോ ലെറ്റ് us united fight together against cancer.